Good evening, friends. Good evening, sir. Good evening, sir. Good evening, sir. We already discussed journal, ledger, trial balance, subsidiary books, and cash book. Now we are moving to rectification of errors. Unintentional മിസ്റ്റേക്കുകളാണ് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ പല മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടാവും. അൺഇൻറ്റൻഷണൽ മിസ്റ്റേക്ക്. ഇൻറ്റൻഷനലി ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഫ്രോഡ് എന്നാണ് പറയുക. അൺഇൻറ്റൻഷണൽ ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്കുകളെ നമുക്ക് എന്തെന്ന് പറയാം, എറേഴ്സ് എന്ന് പറയാം. ഓക്കെ, എങ്ങനെയാണ് ആ എററുകൾ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഓക്കെ, എറേഴ്സ് ചിലപ്പോൾ പ്രിൻസിപ്പൽ എറേഴ്സ് ആവാം, അല്ലെങ്കിൽ ക്ലറിക്കൽ എറേഴ്സ് ആവാം. പ്രിൻസിപ്പൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഈസ് ഡൺ ഇൻ എ ഫണ്ടമെന്റലി ഇൻകറക്റ്റ് മാനർ. അക്കൗണ്ടിങ് ചെയ്തതിൽ തന്നെ തെറ്റുണ്ട്. ഫണ്ടമെന്റൽ അക്കൗണ്ടിങ്ങിലെ ചില പ്രിൻസിപ്പിൾസ് തെറ്റിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് മെഷീനറി ഇൻസ്റ്റെഡ് ഓഫ് അക്കൗണ്ടിങ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, he accounted as purchase account debtor to cash. പർച്ചേസ് ഓഫ് മെഷീനറി ശരിക്കും എൻട്രി ഇടേണ്ടത് എന്തായിരുന്നു? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതിന് പകരം അദ്ദേഹം എൻട്രി ഇട്ടു പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അതൊരു പ്രിൻസിപ്പിൾ എററാണ്. എൻട്രി ഇട്ട് കറക്റ്റ് ലെഡ്ജറിലേക്ക് പർച്ചേസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത ട്രയൽ ബാലൻസ് എല്ലാം ടാലി ആവും. പക്ഷേ അക്കൗണ്ടിങ് ചെയ്തത് ഒരു ഇൻകറക്റ്റ് വേയിലാണ്. അതിനാണ് പറയുന്നത് എന്ത്? പ്രിൻസിപ്പിൾ എറേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, വേജസ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി വാങ്ങിയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വേജസ് കൊടുത്തു. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, എന്തെങ്കിലും ഒരു അസറ്റ് ബിഫോർ ദ അസറ്റ് ഈസ് പുട്ട് ടു യൂസ്, നമ്മൾ അസറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ദ കോസ്റ്റ് ഓഫ് ദാറ്റ് അസറ്റ്. അസറ്റിൻ്റെ കോസ്റ്റ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. നമ്മൾ ഒരു മെഷീനറി വാങ്ങിയിട്ട് ആ മെഷീനറി വാങ്ങുമ്പോൾ എന്താ എൻട്രി? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി ആ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേജസ് കൊടുക്കുമ്പോൾ നമ്മൾ ആ വേജസും മെഷീനറിയുടെ കോസ്റ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനും നമ്മൾ എൻട്രി ഇടേണ്ടത് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. അതിന് പകരം ഇദ്ദേഹം എൻട്രി ഇട്ടു വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതൊരു പ്രിൻസിപ്പിൾ എററാണ്. അല്ലെങ്കിൽ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ, പഴയ ഫർണിച്ചർ വിറ്റു, അദ്ദേഹം എൻട്രി ഇട്ടു ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എൻട്രി ഇട്ടു. ഓക്കെ, അത് ഗുഡ്സ് ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റവന്യൂ മാത്രമാണ് സെയിൽസിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ അദ്ദേഹം ഫർണിച്ചർ സെയിൽ ചെയ്തത് സെയിൽസിൽ റെക്കോർഡ് ചെയ്യും. ഇതൊക്കെ പ്രിൻസിപ്പിൾ എററുകളാണ്. അപ്പോൾ നമ്മൾ ഫൈനലൈസേഷൻ സമയത്ത് ഇങ്ങനത്തെ പ്രിൻസിപ്പിൾ എറേഴ്സ് എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രിൻസിപ്പിൾ എറേഴ്സ് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ റെക്ടിഫിക്കേഷൻ ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഒരു എററാണ് പ്രിൻസിപ്പിൾ എറർ. ഓക്കെ, പ്രിൻസിപ്പിൾ എറർ. വേറൊരു എക്സാമ്പിൾ പറയാം. പ്രിൻസിപ്പിൾ എംപ്ലോയിക്ക് സാലറി കൊടുത്തു. അപ്പോൾ എൻട്രി എന്താണ്? സാലറിക്ക് എൻട്രി സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നമ്മൾ മഹേഷിനാണ് സാലറി കൊടുത്തത്, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി ഇടേണ്ടത്. പക്ഷേ ഇദ്ദേഹം എൻട്രി ഇട്ടു മഹേഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എൻട്രി ഇടുന്നതിന് പകരം എൻട്രി എന്തിട്ടു? മഹേഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇപ്പൊ ഇതെന്താ സംഭവിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ? എറർ വരും. ആ എറർ കൊണ്ട് എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവും? സാലറി കാണിക്കത്തില്ല. സാലറി കുറഞ്ഞു നിൽക്കും, ഒരു ഡെപ്റ്റർ കൂടിയതായിട്ട് കാണുകയും ചെയ്യും. സാലറി കുറഞ്ഞു നിൽക്കും, അതായത് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എൻട്രി ഇടണമായിരുന്നു. അദ്ദേഹം സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എൻട്രി ഇടാതെ മഹേഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ ഒരു സാലറി അവിടെ റെക്കോർഡ് ആവാതെ പോവും. അതിന് പകരം മഹേഷ് എന്ന് പറഞ്ഞ ഒരാളെ വെറുതെ ഒരു മഹേഷിനെ ഡെബിറ്റ് ചെയ്യും. മഹേഷ് നമുക്ക് പൈസ ഇങ്ങോട്ട് തരാനുള്ളതായിട്ട് കാണിക്കും. മഹേഷ് ഡെപ്റ്റേഴ്സിന്റെ ലിസ്റ്റിൽ മഹേഷിന്റെ പേര് വരും. അപ്പോൾ മഹേഷ് നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ളതായിട്ട് കാണും. ഈ സാലറി എന്ന് പറഞ്ഞ എൻട്രി ഇടാത്തത് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ്സ് എല്ലാം കൂടി നിൽക്കും. സാലറി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ്സ് കൂടി നിൽക്കും. കറക്റ്റ് അല്ലേ?
Yes, sir. ഓക്കെ, അപ്പൊ ഇത്തരം എറേഴ്സുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ എറർ റെക്ടിഫൈ ചെയ്യണം. അപ്പൊ ഈ പ്രിൻസിപ്പൽ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് എല്ലാം ടാലി ആയി പോവും. ട്രയൽ ബാലൻസിന് ഒരു പ്രശ്നവും പറ്റില്ല. നമ്മളിത് ആരുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും? മഹേഷിന് സാലറി കൊടുത്തു കഴിഞ്ഞാൽ മഹേഷിന്റെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും, സാലറി അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യില്ല. ട്രയൽ ബാലൻസ് ടാലി ആവും. ട്രയൽ ബാലൻസ് ടാലി ആയി എന്ന് വിചാരിച്ചിട്ട് പ്രിൻസിപ്പൽ എറർ ഇല്ലാതിരിക്കില്ല. അപ്പൊ ട്രയൽ ബാലൻസ് ശരിക്കും എന്താ തരുന്നത്? ട്രയൽ ബാലൻസ് തരുന്നത് ഒരു അരിത്തമെറ്റിക്കൽ അക്യൂറസി മാത്രമാണ്. അരിത്തമെറ്റിക് അക്യൂറസി മാത്രമേ തരുന്നുള്ളൂ. പ്രിൻസിപ്പൽ എറേഴ്സ് ട്രയൽ ബാലൻസിനകത്ത് ഉണ്ടാവാം. അപ്പൊ പ്രിൻസിപ്പൽ എറർ ഉണ്ടായാലും ട്രയൽ ബാലൻസ് വിൽ ടാലി. വേറെ എറേഴ്സ് ക്ലറിക്കൽ എറേഴ്സ് ആണ്. ക്ലറിക്കൽ എറേഴ്സ്. ക്ലറിക്കൽ എറേഴ്സ് എന്തൊക്കെയാവാം? എറേഴ്സ് ഓഫ് ഒമിഷൻ ആവാം, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആവാം, അല്ലെങ്കിൽ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആവാം. എന്തൊക്കെയാണ്? എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. എന്താണ് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു എൻട്രി ഇടാൻ വിട്ടുപോയി. കംപ്ലീറ്റ്ലി ഒമിഷൻ ആവാം, ചിലപ്പോൾ പാർഷ്യൽ ഒമിഷൻ ആവാം. കംപ്ലീറ്റ്ലി ഒമിറ്റഡ്, നമ്മളൊരു ഗുഡ്സ് എന്തോ ഐറ്റം വാങ്ങിയിട്ടുണ്ടായി, ആ എൻട്രി കംപ്ലീറ്റ്ലി ഒമിറ്റഡ് ടു റെക്കോർഡ്. ട്രയൽ ബാലൻസ് വിൽ ടാലി. നമ്മൾ അതിന്റെ എൻട്രി ഒന്നും ഇടില്ല, അത് പോസ്റ്റ് ചെയ്യില്ല. ട്രയൽ ബാലൻസ് വിൽ ടാലി. നമ്മൾ ആ സംഭവം കംപ്ലീറ്റ്ലി ഒമിറ്റ് ചെയ്തു പോയി. ഓക്കെ, ട്രയൽ ബാലൻസ് വിൽ ടാലി. ചിലത് പാർഷ്യൽ ഒമിഷൻ ആവാം. ട്രയൽ ബാലൻസ് വിൽ നോട്ട് ടാലി. ഡെബിറ്റിൽ ചെയ്ത അത്രയും എമൗണ്ട് ക്രെഡിറ്റിലും പോയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്താലാണ് ട്രയൽ ബാലൻസ് ടാലി ആവുള്ളൂ, അല്ലേ? അതെ, sir. ഓക്കെ, അപ്പൊ പാർഷ്യൽ ഒമിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് വിൽ നോട്ട് ടാലി. കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ ട്രയൽ ബാലൻസ് വിൽ ടാലി. വേറെ ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. എറേഴ്സ് ഓഫ് കമ്മീഷൻ, അതായത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കാം. എമൗണ്ട് തെറ്റിച്ചെഴുതും, ജേണലിൽ എഴുതിയ അതേ എമൗണ്ട് ആവില്ല ലെഡ്ജറിൽ എഴുതുക, എഴുതിയ എമൗണ്ട് സൈഡ് മാറിപ്പോവും, ഡെബിറ്റിൽ എഴുതേണ്ട എമൗണ്ട് ക്രെഡിറ്റിൽ പോയി എഴുതും, ടോട്ടൽ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റും, ബാലൻസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റും, അതെടുത്ത് ട്രയൽ ബാലൻസിലേക്ക് എടുത്ത് എഴുതുമ്പോൾ മിസ്റ്റേക്ക് പറ്റും. അങ്ങനെ പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ പറ്റും. ഇതാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. ഇത്തരം എററുകൾ ട്രയൽ ബാലൻസ് ടാലി ആവില്ല. നമ്മൾ എടുത്തെഴുതുന്ന എമൗണ്ട് 545 എന്നാണ് എഴുതേണ്ടത്, എടുത്തെഴുതിയത് 554 എന്നായി പോയി. അല്ലെങ്കിൽ സൈഡ് മാറിപ്പോയി, ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം അത് ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ അത് ടോട്ടൽ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റി. അല്ലെങ്കിൽ സബ്സിഡറി ബുക്കിൽ നിന്ന് നമ്മൾ ലെഡ്ജറിലേക്ക്, ഇന്നലെ നമ്മൾ സബ്സിഡറി ബുക്ക് പഠിച്ചു, സെയിൽസ് ബുക്ക് ടോട്ടൽ ചെയ്തിട്ട് ആ ടോട്ടൽ നമ്മൾ ലെഡ്ജറിലേക്ക് എടുത്ത് എഴുതുമ്പോൾ അവിടെ തെറ്റിപ്പോയി. അങ്ങനെ പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കാം. അതുകൊണ്ടും ട്രയൽ ബാലൻസ് ടാലി ആവില്ല. വേറെ ടൈപ്പ് ഓഫ് എറർ ആണ് കോമ്പൻസേറ്റിംഗ് എറർ. കോമ്പൻസേറ്റിംഗ് എറർ. വൺ എറർ ഈസ് കോമ്പൻസേറ്റഡ് by one or more other errors. For example, നമുക്ക് മഹേഷിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. മഹേഷിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. എന്താ എൻട്രി? Cash account added to Mahesh. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു മഹേഷ്. 1000 rupees മഹേഷിന്റെ കയ്യിൽ നിന്ന് കിട്ടി. മഹേഷിന്റെ അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ അത് ക്രെഡിറ്റ് ചെയ്തില്ല. മഹേഷിന്റെ അക്കൗണ്ടിൽ പോയിട്ട് ക്രെഡിറ്റ് ചെയ്തില്ല. 1000 rupees മഹേഷിന്റെ അക്കൗണ്ടിൽ ലെഡ്ജറിൽ അത് ക്രെഡിറ്റ് ചെയ്തില്ല. എന്നിട്ട് നമ്മൾ സെയിൽസ് റെക്കോർഡ് ചെയ്യുമ്പോൾ, വേറൊരു ഏതോ ഒരു സെയിൽസ് റെക്കോർഡ് ചെയ്യുമ്പോൾ 3000 എന്ന് എഴുതുന്നതിന് പകരം 4000 എന്ന് എഴുതിപ്പോയി. സെയിൽസിൽ ലെഡ്ജറിൽ ഒരു എമൗണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ 3000 എന്ന് എഴുതുന്നതിന് പകരം 4000 എന്ന് എഴുതിപ്പോയി. മഹേഷിന്റെ അക്കൗണ്ടിൽ ഒരു ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്തില്ല. സെയിൽസിൽ നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് 1000 rupees ആഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? ട്രയൽ ബാലൻസ് ടാലി ആവോ ഇല്ലേ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ട്രയൽ ബാലൻസ് ടാലി ആവും. നമ്മൾ ഒരു എറർ ഒരു സ്ഥലത്ത് നടത്തി, വേറൊരു സ്ഥലത്ത് വേറൊരു എററും നടത്തി, രണ്ട് എററും കൂടി കോമ്പൻസേറ്റ് ആയി പോയി. ട്രയൽ ബാലൻസ് വിൽ ടാലി. then compensating error will not be revealed by trial balance. ട്രയൽ ബാലൻസ് എടുത്താൽ നമുക്ക് ട്രയൽ ബാലൻസ് ടാലി ആവും. ട്രയൽ ബാലൻസ് ടാലി ആവും. ഓക്കെ, വൺ എറർ ഈസ് കോമ്പൻസേറ്റഡ്
by one or more other errors. Such type of error is called as compensating errors. Okay, അപ്പോൾ നമ്മൾ ബേസിക്കലി ഇത്ര കാര്യങ്ങളാണ് പറഞ്ഞത്. എറേഴ്സ് എന്ന് പറഞ്ഞാൽ അൺഇൻറ്റൻഷണൽ മിസ്റ്റേക്കുകളെയാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എറേഴ്സ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. അത് പ്രിൻസിപ്പിൾ എറർ ആവാം, ക്ലറിക്കൽ എറർ ആവാം. പ്രിൻസിപ്പിൾ എറർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഈസ് ഡൺ ഇൻ എ ഫണ്ടമെന്റലി ഇൻകറക്റ്റ് മാനർ. നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് പോകേണ്ട എന്തെങ്കിലും സംഭവങ്ങൾ റവന്യൂ എക്സ്പെൻഡിച്ചറിലായിട്ട് എഴുതി, റവന്യൂ എക്സ്പെൻഡിച്ചറിലേക്ക് എഴുതേണ്ട സംഭവം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് എഴുതി. അങ്ങനെയുള്ള മിസ്റ്റേക്കുകളാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ക്ലറിക്കൽ എറേഴ്സ് അത് എറേഴ്സ് ഓഫ് ഒമിഷൻ ആവാം, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആവാം, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആവാം. എറേഴ്സ് ഓഫ് ഒമിഷൻ കംപ്ലീറ്റ് ഒമിഷൻ ആവാം, പാർഷ്യൽ ഒമിഷൻ ആവാം. കംപ്ലീറ്റ് ഒമിഷൻ ആയിക്കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് വിൽ ടാലി. പാർഷ്യൽ ഒമിഷൻ ട്രയൽ ബാലൻസ് വിൽ നോട്ട് ടാലി. എറേഴ്സ് ഓഫ് കമ്മീഷൻ നോർമലി ട്രയൽ ബാലൻസ് വിൽ നോട്ട് ടാലി. കോമ്പൻസേറ്റിംഗ് എറർ ട്രയൽ ബാലൻസ് വിൽ ടാലി. എറേഴ്സ് എന്ന് പറഞ്ഞാൽ അൺഇൻറ്റൻഷണൽ ഒമിഷൻ ഓർ കമ്മീഷൻ. ഇതിനെയാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നത്. അൺഇൻറ്റൻഷണൽ ഒമിഷൻ ഓർ കമ്മീഷൻ ഓഫ് എമൗണ്ട് ആൻഡ് അക്കൗണ്ട്സ് ഇൻ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ കോൾഡ് എറേഴ്സ്. Some errors may affect trial balance, some errors may not have any effect on trial balance. ചില എററുകൾ ട്രയൽ ബാലൻസിനെ ബാധിക്കും, ചില എററുകൾ ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല. പക്ഷേ എറേഴ്സ് മേ എഫക്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ്. എററുകൾ ട്രയൽ ബാലൻസിനെ ബാധിച്ചില്ലെങ്കിലും പ്രോഫിറ്റ് ഓർ ലോസിനെയും അസറ്റ്സ് ഓർ ലാബിലിറ്റീസിനെയും ബാധിക്കും. ട്രയൽ ബാലൻസിനെ ബാധിക്കില്ല ചില എററുകൾ, പക്ഷേ അത്തരം എററുകൾ പ്രോഫിറ്റിനെ ബാധിക്കും, ചിലപ്പോൾ ലോസിനെ ബാധിക്കും, അസറ്റ്സിനെ ബാധിക്കും, ലാബിലിറ്റീസിനെ. വേജസ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി. വേജസ് ആയിട്ടല്ല അത് അക്കൗണ്ട് ചെയ്യേണ്ടത്, അത് മെഷീനറിയുടെ കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത്. അത് വേജസ് ആയിട്ട് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പെൻസ് ആയി മാറും. വേജസ് ആയിട്ട് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെൻസ് ആയിട്ട് മാറും. മറിച്ച് അത് അക്കൗണ്ട് ചെയ്യേണ്ടത് അസറ്റ് ആയിട്ടായിരുന്നു അക്കൗണ്ട് ചെയ്യേണ്ടത്. എക്സ്പെൻസ് ആയിട്ട് അത് അക്കൗണ്ട് ചെയ്തത് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് കുറയും. അസറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ അസറ്റും കുറയും. അതേപോലെ നേരത്തെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ എന്താണ് സാലറി പെയ്ഡ് ടു മിസ്റ്റർ മഹേഷ്. നമ്മൾ മഹേഷ് അക്കൗണ്ടിനെ കൊണ്ടുപോയി ഡെബിറ്റ് ചെയ്തു ഇൻസ്റ്റെഡ് ഓഫ് ഡെബിറ്റിംഗ് സാലറി. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ എക്സ്പെൻസ് കുറയും. വെറുതെ ഒരു മഹേഷ് എന്ന് പറയുന്ന ഒരു അസറ്റ്, ഒരു ഡെപ്റ്റേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റിനെ ബാധിക്കും. നമ്മുടെ സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് കൂടി നിൽക്കും. വേണ്ടാത്തൊരു അസറ്റ്സ് ഉണ്ടാവുകയും ചെയ്യും. മഹേഷ് എന്ന പേരിൽ ഒരു ട്രേഡ് റിസീവബിൾസ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ചില എററുകൾ ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ലെങ്കിലും എററുകൾ പ്രോഫിറ്റിനെയും ലോസിനെയും അസറ്റ്സിനെയും ലാബിലിറ്റീസിനെയും എല്ലാം ബാധിക്കും. അപ്പോൾ എറേഴ്സ് 2 തരത്തിലുള്ള എററുകളാവാം. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആവാം, അല്ലെങ്കിൽ ക്ലറിക്കൽ എറേഴ്സ് ആവാം. പ്രിൻസിപ്പിൾ എറേഴ്സ് എന്ന് പറഞ്ഞാൽ when the amount is received or spent are not properly recorded between capital and revenue accounts. Accounting is done in a fundamentally incorrect manner. Wages for installation of machinery, that is accounted as wages. That should be accounted as machinery, but instead of accounting that as machinery, he accounted that as wages. അതേപോലെ salary paid to employee should be debited in salary account. Instead of debiting salary account, he debited the employee account. Rent paid to the landlord should be debited in rent account, but instead of debiting the rent account, he debited landlord account. Purchase of machinery should be debited in machinery account, but instead of debiting machinery account, he debited in purchase account. അപ്പോൾ അതൊക്കെ അക്കൗണ്ടിങ് ചെയ്തിരിക്കുന്നത് ഫണ്ടമെന്റലി ഇൻകറക്റ്റ് മാനറിലാണ്. ഇത്തരം എറേഴ്സുകളെ പറയുന്ന പേരാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ഓക്കെ, പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഇസ് റെക്കോർഡ് ആസ് പർച്ചേസ്. അത് എന്ത് എററാണ്? പ്രിൻസിപ്പിൾ എററാണ്. വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി റെക്കോർഡ് ആസ് വേജസ്. അത് എന്ത് എററാണ്? പ്രിൻസിപ്പിൾ എററാണ്. പ്രിൻസിപ്പിൾ എററിൽ എന്താണ് സംഭവിക്കുക? ട്രയൽ ബാലൻസ് അഗ്രി ആവോ ഇല്ലയോ? Will agree. ക്ലറിക്കൽ എറേഴ്സ്.
ക്ലറിക്കൽ എറേഴ്സ് അത് എറേഴ്സ് ഓഫ് ഒമിഷൻ ആവാം, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആവാം, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആവാം. ഓക്കെ, നമ്മൾ രണ്ട് തരത്തിലുള്ള എററുകളാണ് പറഞ്ഞത്. ഒന്ന് പ്രിൻസിപ്പൽ എറർ, രണ്ടാമത്തെ എറർ ക്ലറിക്കൽ എറർ. ക്ലറിക്കൽ എറർ എറേഴ്സ് ഓഫ് ഒമിഷൻ ആവാം, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആവാം, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആവാം. എന്താണ് എറേഴ്സ് ഓഫ് ഒമിഷൻ? കംപ്ലീറ്റ്ലി ഒമിഷൻ ആവാം, പാർഷ്യൽ ഒമിഷൻ ആവാം. നമ്മൾ വി ഒമിറ്റഡ് ടു റെക്കോർഡ് ദാറ്റ് ഇൻ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ജേർണലിൽ നമ്മൾ ആ സംഭവം റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഇൻ കേസ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ ട്രയൽ ബാലൻസ് ടാലി ആവും. ഓക്കെ, ഇൻ പാർഷ്യൽ ഒമിഷൻ എന്താണ് പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞാൽ എറർ occurred when either debit or credit it is omitted to be recorded in books. ഒരു ഡെബിറ്റോ ക്രെഡിറ്റോ ഏതെങ്കിലും സംഭവങ്ങൾ വിട്ടുപോയി. ഓക്കെ, അത് പാർഷ്യൽ ഒമിഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് വർത്ത് ₹5,000 purchased from A Limited were posted only to the debit side of purchase account but not credited to Mr. A Limited account. എന്താ സംഭവിക്കുക? ട്രയൽ ബാലൻസ് അഗ്രി ആവോ ഇല്ലേ? Will not agree. Trial balance will not agree. Errors ആണ് errors of commission. നമ്മൾ മൂന്ന് തരത്തിലുള്ള എററുകളാണ് ക്ലറിക്കൽ എറേഴ്സ് പറഞ്ഞു. എന്തൊക്കെയാണ് ക്ലറിക്കൽ എറേഴ്സ്? പറയൂ, മൂന്ന് തരത്തിലുള്ള ക്ലറിക്കൽ എറേഴ്സ് എന്തൊക്കെയാണ്? Errors of omission, Errors of commission. errors of commission, compensating. Okay, രണ്ട് ടൈപ്പ് എറർ ആണ്, പ്രിൻസിപ്പൽ എറർ, ക്ലറിക്കൽ എറർ. പ്രിൻസിപ്പൽ എറർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലറിക്കൽ എററുകളാണ്. ക്ലറിക്കൽ എററുകൾ മൂന്ന് തരത്തിൽ വരാം: എറേഴ്സ് ഓഫ് omission, errors of commission and compensating error. Errors of omission നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി errors of commission ആണ്. ഓക്കെ, അത് നമ്മൾ പോസ്റ്റിംഗിലൊക്കെ എററുകൾ സംഭവിക്കാം. പോസ്റ്റിംഗ് ടു റോങ് അക്കൗണ്ട്, റോങ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. അഭിഷേകിന് ക്യാഷ് കൊടുത്തതാണ്. എന്താ എൻട്രി? അഭിഷേകിന് ക്യാഷ് കൊടുത്താൽ എന്താ എൻട്രി? അഭിഷേക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അഭിഷേക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നാണ് എൻട്രി. അഭിഷേക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. നമ്മളത് പോസ്റ്റ് ചെയ്യുമ്പോൾ അഭിഷേക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എന്തെന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യണം? അഭിഷേക് അക്കൗണ്ടിൽ ക്യാഷ്. അഭിഷേക് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണം. അഭിഷേക് അക്കൗണ്ടിൽ, അഭിഷേകിന്റെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഐശ്വര്യയുടെ അക്കൗണ്ടിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു. കറക്റ്റ് എമൗണ്ട് പോസ്റ്റ് ചെയ്തു, കറക്റ്റ് സൈഡിൽ തന്നെ പോസ്റ്റ് ചെയ്തു, അക്കൗണ്ട് മാറിപ്പോയി. പോസ്റ്റിംഗ് ടു റോങ് അക്കൗണ്ട്. ട്രയൽ ബാലൻസ് ടാലി ആവോ? Trial balance will tally. Posting the correct amount, correct side but wrong account. Posting the correct amount ആണ് പോസ്റ്റ് ചെയ്തത്, കറക്റ്റ് സൈഡിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്, അക്കൗണ്ട് മാറിപ്പോയി. ട്രയൽ ബാലൻസ് വിൽ ടാലി. പക്ഷെ റോങ് സൈഡിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു. നമ്മൾ എന്തായിരുന്നു എൻട്രി? അഭിഷേക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. അഭിഷേകിന്റെ അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം അഭിഷേകിന്റെ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു. ട്രയൽ ബാലൻസ് ടാലി ആവുമോ ഇല്ലയോ? ട്രയൽ ബാലൻസ് വിൽ നോട്ട് ടാലി. റോങ് സൈഡിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് വിൽ നോട്ട് ടാലി. അതിന് ഡബിൾ എഫക്റ്റ് ആവും. കറക്റ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തില്ല, അതിന് പകരം റോങ് സൈഡിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് ഡബിൾ എഫക്റ്റ് കാണിക്കും. അതിന്റെ ഇരട്ടി എമൗണ്ടിന് ടാലി ആവാതെ നിൽക്കും. ഒരു സ്ഥലത്ത് ഡെബിറ്റ് സൈഡിൽ 100 രൂപ എഴുതുന്നതിന് പകരം ആ 100 രൂപ എഴുതാതെ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയി 100 രൂപ, വേണ്ടാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി 100 രൂപ എഴുതി കഴിഞ്ഞാൽ ആ ഡെബിറ്റ് സൈഡിൽ വരേണ്ട 100 രൂപ വന്നുമില്ല, ക്രെഡിറ്റ് സൈഡിൽ അൺനെസറി 100 രൂപ വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ എത്ര രൂപയുടെ കുറവുണ്ടാവും? ഇപ്പോ 200 രൂപയുടെ കുറവുണ്ടാവും. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആണോ ഈ സംഭവം? അപ്പൊ റോങ് സൈഡിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റ് ആണ്. റോങ് സൈഡിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ടിന്റെ ഡബിൾ എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, അടുത്തത് റോങ് എമൗണ്ട് പോസ്റ്റ് ചെയ്തു. ട്രയൽ ബാലൻസ് ടാലി ആവോ? 545 എന്ന് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം 554 എന്ന് പോസ്റ്റ് ചെയ്തു. ഡെബിറ്റിൽ കറക്റ്റ് ആയിട്ട് 545 എന്ന് പോസ്റ്റ് ചെയ്തു, ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ 554 എന്ന് പോസ്റ്റ് ചെയ്തു. ട്രയൽ ബാലൻസ് ടാലി ആവുമോ ഇല്ലയോ? No sir. Trial balance will not tally. Trial balance will not tally. Next, error in casting. Casting എന്ന് പറഞ്ഞാൽ ടോട്ടലിംഗ്. നമ്മൾ ടോട്ടലിംഗ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റി. ട്രയൽ ബാലൻസ് ടാലി ആവുമോ ഇല്ലയോ? ആവില്ല. എറർ ഇൻ ക്യാരി ഫോർവേഡ്. ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് എടുത്ത് എഴുതുമ്പോൾ, ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്ത എമൗണ്ട് ഈ പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് എടുത്ത് എഴുതുമ്പോൾ അവിടെ മിസ്റ്റേക്ക് പറ്റി. ട്രയൽ ബാലൻസ് ടാലി ആവുമോ ഇല്ലയോ?
No, sir. നോ. No, sir. എറർ ഇൻ ബാലൻസിങ്, നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ബാലൻസിങ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ മിസ്റ്റേക്ക് പറ്റി. ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതി, ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നതിന് പകരം ഡെബിറ്റ് സൈഡിൽ എഴുതി, അങ്ങനെയൊക്കെ സംഭവം. ടോട്ടലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു, പക്ഷെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുന്നതിന് പകരം ടു ബാലൻസ് ക്യാരി ഡൗൺ എന്നിട്ട് അവിടെ കൊണ്ടുപോയി എഴുതി. ടാലി ആവോ? No. നോ. ട്രയൽ ബാലൻസ് വിൽ നോട്ട് ടാലി. ട്രയൽ ബാലൻസ് വിൽ നോട്ട് ടാലി. അടുത്ത എററുകളാണ് കോമ്പൻസേറ്റിംഗ് എറർ. കോമ്പൻസേറ്റിംഗ് എറർ. വൺ എറർ ഈസ് കോമ്പൻസേറ്റഡ് ബൈ അനദർ എറർ ഓർ എറേഴ്സ് ഈസ് കോൾഡ് ആസ് കോമ്പൻസേറ്റിംഗ് എറർ. ഫോർ എക്സാമ്പിൾ, when an amount of ₹1000 received from Mr. A is not credited to his account and total sales account is in excess of ₹1000. ഓക്കെ, അദ്ദേഹം ചെയ്തത് ₹1000 മിസ്റ്റർ എയിൽ നിന്ന് കിട്ടിയത് അത് എയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തില്ല. പിന്നെ വേറൊരു മിസ്റ്റേക്കും വരുത്തി, ടോട്ടൽ സെയിൽസ് അക്കൗണ്ട് എടുത്ത് എഴുതുമ്പോൾ ₹1000 കൂട്ടി എഴുതി. ട്രയൽ ബാലൻസ് ടാലി ആവുമോ ഇല്ലയോ? Tally out. അഗ്രി ആവും. എന്താണ്? ഒരു എറർ വേറെ എററുകൾ കൊണ്ട് മറഞ്ഞുപോയി. ഒരു എറർ ഉണ്ടായിരുന്നു, വേറെയും 1, 2, 3, 4, 5, 10 എറർ, എത്ര എററുകൾ ഒരുപാട് ഉണ്ടായി. ആ എററുകളെല്ലാം കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് ട്രയൽ ബാലൻസ് ടാലി ആയി. ഓക്കെ, വൺ എറർ ഈസ് കോമ്പൻസേറ്റഡ് വിത്ത് വൺ ഓർ മോർ അതർ എറേഴ്സ്. അത്തരം എററുകൾ പറയുന്ന പേരെന്താണ്? കോമ്പൻസേറ്റിംഗ് കോമ്പൻസേറ്റിംഗ് എറർ. അപ്പൊ ഇത്ര പറഞ്ഞ കാര്യങ്ങളിൽ ഇത്രയാണ് സമ്മറി. എറേഴ്സ് എന്ന് പറഞ്ഞാൽ അൺഇൻറ്റൻഷണൽ മിസ്റ്റേക്കുകളെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. എറർ എന്തായിരിക്കാം? അത് പ്രിൻസിപ്പൽ എറർ ആയിരിക്കാം, ക്ലറിക്കൽ എറർ ആയിരിക്കാം. പ്രിൻസിപ്പൽ എറർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ചെയ്തതിലുള്ള തെറ്റാണ്. അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് അറിയാത്തത് കൊണ്ട് വരുന്ന തെറ്റുകളാണ്. അത് ട്രയൽ ബാലൻസ് വിൽ ടാലി. അടുത്ത ക്ലറിക്കൽ എററുകളാണ്. ക്ലറിക്കൽ എററുകളിൽ ചില എററുകൾ ട്രയൽ ബാലൻസ് വിൽ ടാലി, ചില എററുകൾ ട്രയൽ ബാലൻസ് ടാലി ആവില്ല. ക്ലറിക്കൽ എററുകൾ 3 തരത്തിൽ വരാം: എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമിഷൻ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. റെക്ടിഫിക്കേഷനിലേക്ക് പോവാണ്. എങ്ങനെയാണ് നമുക്ക് ഈ എറേഴ്സ് റെക്ടിഫൈ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, റെക്ടിഫിക്കേഷൻ 3 സ്റ്റേജിൽ നമ്മൾ റെക്ടിഫിക്കേഷന് നമ്മൾ നടത്താം സാധ്യതയുണ്ട്. 3 സ്റ്റേജിൽ. ഒന്ന് എന്താണ്? ട്രയൽ ബാലൻസ് എടുക്കുന്നേക്കാൾ മുമ്പ് തന്നെ എററുകൾ ഐഡന്റിഫൈ ചെയ്ത് എററുകൾ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഏർപ്പാട്. നമുക്കറിയാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ബുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. ബുക്ക് ചെയ്യുമ്പോൾ ചില എററുകൾ കണ്ടു, ആ എറർ റെക്ടിഫൈ ചെയ്യുകയാണ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. വേറെ സ്റ്റേജ്, ട്രയൽ ബാലൻസ് ടാലി ആയില്ല. ടാലി ആവാതായപ്പോൾ നമ്മൾ ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഇട്ട് ട്രയൽ ബാലൻസ് ടാലി ആക്കി. എന്നിട്ട് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് എല്ലാം ഫൈനലൈസ് ചെയ്യുന്നേക്കാളും മുമ്പ്, അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പറയുന്ന ഫൈനലൈസേഷൻ ചെയ്യുന്നേക്കാളും മുമ്പ് നമ്മൾ എറർ റെക്ടിഫൈ ചെയ്യാണ്. ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. അടുത്ത സ്റ്റേജ് എന്താണ്? ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ ഫൈനൽ അക്കൗണ്ട്. ദെൻ തേർഡ് സ്റ്റേജ് ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട്. നെക്സ്റ്റ് ഇയറിലാണ് നമ്മൾ ആ എറർ ഐഡന്റിഫൈ ചെയ്തത്, എന്നിട്ട് റെക്ടിഫൈ ചെയ്യണം. 3 സ്റ്റേജ് പറയൂ. ഏതൊക്കെയാണ് 3 സ്റ്റേജ്? ഒന്നെന്താണ്? ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. സെക്കൻഡ് സ്റ്റേജ് എന്താണ്? ആഫ്റ്റർ ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ ഫൈനൽ അക്കൗണ്ട്സ്. തേർഡ് സ്റ്റേജ് ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട് ബട്ട് ഇൻ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം നമ്മൾ എറേഴ്സ് റെക്ടിഫിക്കേഷൻ ചെയ്യണം. ഏതൊക്കെയാണ് 3 സ്റ്റേജ്? ബിഫോർ ട്രയൽ ബാലൻസ്, ആഫ്റ്റർ ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ ഫൈനൽ അക്കൗണ്ട്, ഓക്കെ, after final account and next year. After final account. The rectification of errors depends on when the error is detected. എപ്പോഴാണ് നമ്മൾ എറർ ഐഡന്റിഫൈ ചെയ്തത്, ഡിറ്റക്ട് ചെയ്തത് എന്നനുസരിച്ചാണ് ഈ റെക്ടിഫിക്കേഷന്റെ എൻട്രീസ് എല്ലാം വരുന്നത്. ഓക്കെ, എറേഴ്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് അറ്റ് എനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേജ്. ഈ 3 സ്റ്റേജ് ആണ്. ഒന്ന് എന്താണ്? ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. സെക്കൻഡ്, അടുത്ത എന്താണ്? ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. തേർഡ് വൺ ആഫ്റ്റർ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് ഇൻ നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരിയഡ്. ഓക്കെ, നമുക്കിനി ഓരോ സംഭവങ്ങളിലേക്കും പോവാം. ആദ്യം എന്താണ്? റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. എന്ത് ചെയ്യണം നമ്മൾ? ഫോർ എക്സാമ്പിൾ, സെയിൽസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ₹1000 പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ₹100 പോസ്റ്റ് ചെയ്തു. ₹900 കുറഞ്ഞു പോയി. ₹1000 സെയിൽസിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ₹100 പോസ്റ്റ് ചെയ്തു. ഒരു 0 വിട്ടുപോയി. അപ്പോൾ നമ്മൾ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സെയിൽസ് അക്കൗണ്ടിൽ പോയിട്ട് ക്രെഡിറ്റ് സൈഡിലല്ലേ അത് വിട്ടുപോയിട്ടുണ്ടാവുക. സെയിൽസിൽ ബൈ
ബൈ എറർ ഇൻ പോസ്റ്റിംഗ് എന്ന് എഴുതിയിട്ട് ഒരു 900 രൂപ കൂടി ആഡ് ചെയ്താൽ മതി. അല്ലാതെ 100 വെട്ടിയിട്ട് 1000 ആക്കരുത്. വെട്ടല് അക്കൗണ്ടിങ്ങിൽ അലൗഡ് അല്ല. അവിടെ കൊണ്ടുപോയി വെട്ടരുത്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു റെക്ടിഫിക്കേഷൻ ചെയ്താൽ മതി. താഴെ വന്നിട്ട് എഴുതുക ബൈ എറർ ഇൻ പോസ്റ്റിംഗ്, ഏതാ ഡേറ്റ് എന്നൊക്കെ എഴുതുക. എന്താണ് നമ്മൾ 11/3/2020 മിസ്റ്റേക്ക് പറ്റിയത്, ₹900 ബൈ എറർ ഇൻ പോസ്റ്റിംഗ് എന്നിട്ട് സെയിൽസ് അക്കൗണ്ടിൽ ഒരു 900 rupees കൂടി എഴുതി ചേർത്താൽ മതി. എന്താ സംഭവിച്ചത്, 1000 rupees സെയിൽസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു 0 വിട്ടുപോയി 100 rupees നമ്മൾ പോസ്റ്റ് ചെയ്തു. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ ഒരു 900 rupeesന്റെ കുറവാണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിലാണ് അത് എൻട്രി ഇടേണ്ടത്. അപ്പോൾ ബൈ എറർ ഇൻ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സെയിൽസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. വേറൊരു എക്സാമ്പിൾ, നമ്മൾ മഹേഷിന്റെ അക്കൗണ്ടിൽ 1000 രൂപ ഡെബിറ്റ് ചെയ്യണമായിരുന്നു. 1000 രൂപ ഡെബിറ്റ് ചെയ്യണമായിരുന്നു. അതിന് പകരം നമ്മൾ മഹേഷിന്റെ അക്കൗണ്ടിൽ പോയിട്ട് 1000 രൂപ ക്രെഡിറ്റ് ചെയ്തു. മഹേഷിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷേ ഈ ഡെബിറ്റ് ചെയ്തില്ല. ഡെബിറ്റ് ആണ് ചെയ്യേണ്ടിയിരുന്നത്, ഈ ഡെബിറ്റ് ചെയ്തില്ല. അതിന് പകരം പോയിട്ട് മഹേഷിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ബിഫോർ പ്രശ്നം ഓഫ് ട്രയൽ ബാലൻസ് ആണ്. നമ്മൾ ഇത് എങ്ങനെ റെക്ടിഫൈ ചെയ്യും? ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ നമ്മൾ എഴുതുക 2 ആണ് എഴുതുക. ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ ബൈ അല്ല, ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ 2 എന്ന് എഴുതുക. പോസ്റ്റിംഗ് എത്ര രൂപ ഡെബിറ്റ് ചെയ്യേണ്ടി വരും? ഇനി 2000 rupees പോസ്റ്റ് ചെയ്യണം. റോങ് സൈഡിലാണ് ഈ 1000 നമ്മൾ പോസ്റ്റ് ചെയ്തത്. റോങ് സൈഡിൽ 1000 പോസ്റ്റ് ചെയ്തത് കൊണ്ട് അത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ കറക്റ്റ് സൈഡിൽ അതിന്റെ ഡബിൾ എമൗണ്ട് പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. എറർ ഇൻ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏത് അക്കൗണ്ടിനെയാണ് അത് എഫക്റ്റ് ആയത് ആ അക്കൗണ്ടിൽ പോയിട്ട് റെക്ടിഫിക്കേഷൻ പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. അതായത് നമ്മൾ ട്രയൽ ബാലൻസ് ടാലി ആയില്ല, ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തു, ട്രയൽ ബാലൻസ് ടാലി ആവാതായപ്പോൾ നമ്മൾ ഇവിടെ ഒരു വെറുതെ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് വെറുതെ എഴുതി. സസ്പെൻസ് അക്കൗണ്ട് എന്ന് ഇട്ടിട്ട് ടാലി ആയില്ല, 10000 രൂപയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 10000 രൂപ ഇവിടെ ഇട്ടു. ഇവിടെ ഒരു എന്നിട്ട് എന്ത് ചെയ്തത്, ടോട്ടൽ രണ്ട് സൈഡും ടോട്ടൽ നമ്മൾ ശരിയാക്കി. 25,000 എന്നൊക്കെ ഒരു ടോട്ടൽ ശരിയാക്കി. ഓക്കെ. ട്രയൽ ബാലൻസ് ടാലി ആയില്ല, സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ട്രയൽ ബാലൻസിൽ 10000 രൂപയുടെ കുറവുണ്ടായിരുന്നു, ടാലി ആവുന്നില്ല. ഒരു 10000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട് ട്രയൽ ബാലൻസിനകത്ത്. അപ്പോൾ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് ട്രയൽ ബാലൻസ് ടാലി ആക്കി. പക്ഷെ ഫൈനൽ അക്കൗണ്ട്സ് ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമ്മൾ ഇനി എററുകൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ഓഡിറ്റേഴ്സിന്റെ അടുത്തൊക്കെ കൊടുത്തപ്പോൾ അവർ എറേഴ്സ് കണ്ടുപിടിച്ച് തന്നു. അപ്പൊ ഇനി എന്തെല്ലാം എൻട്രികൾ എങ്ങനെയാണത് കറക്റ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സെയിൽസ് 1000 പോസ്റ്റ് ചെയ്യുന്നതിന് പകരം 100 പോസ്റ്റ് ചെയ്തു സെയിൽസ് അക്കൗണ്ടിൽ. ഓക്കെ. അപ്പൊ സെയിൽസിൽ ഇനി എത്രയും കൂടി കൂടണം? 900. സെയിൽസിൽ എത്ര കൂടണം? ഇനി 900 കൂടണം. സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാം. ടു സെയിൽസ് 900. ഈ ഡിഫറൻസുകളെല്ലാം സസ്പെൻസിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡെബിറ്റ് ചെയ്യുക. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 900 to സെയിൽസ് 900. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 900 to സെയിൽസ് 900. ഓക്കെ. അപ്പോൾ എവിടൊക്കെ എററുകൾ സംഭവിച്ചിട്ടുണ്ടോ ആ എറർ വന്ന അക്കൗണ്ടുകൾക്ക് ഡെബിറ്റോ ക്രെഡിറ്റോ കൊടുത്തിട്ട് അതിന്റെ എഫക്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ കൊടുക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ആ ഡിഫറൻസ് നമ്മൾ സസ്പെൻസ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ എററും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സസ്പെൻസ് ഇനി നില്ലാവും. എല്ലാ എററും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻസ് നില്ലാവും. ഇപ്പൊ സസ്പെൻസിൽ ക്രെഡിറ്റ് ആണ് 10,000 കിടക്കുന്നത്. ഇപ്പൊ സസ്പെൻസിൽ എത്ര രൂപ കിടക്കുന്നത്? ക്രെഡിറ്റ് ആണ്. ഈ 10,000. ഇപ്പൊ ഒരു ഡെബിറ്റ് 900 വന്നു കഴിഞ്ഞാൽ ഇനി സസ്പെൻസിന് എത്രയും കൂടി ഉണ്ട്? 10,900 പോയി കഴിഞ്ഞാൽ ഈ 9,100 കൂടി സസ്പെൻസ് ഉണ്ട്. എന്താണ്? മഹേഷ് അക്കൗണ്ടിൽ 2,000 rupees കൂടെ ഡെബിറ്റ് ചെയ്യണം. മഹേഷ് അക്കൗണ്ടിൽ 2,000 rupees ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ മഹേഷ് അക്കൗണ്ട് ഡെപ്റ്റർ 2,000. അതിന്റെ ക്രെഡിറ്റ് ഏതിൽ കൊടുക്കും? സസ്പെൻസ് 2,000. ഇപ്പൊ സസ്പെൻസ് എത്രയായി മാറി?
നേരത്തെ 10,000 ആയിരുന്നു. 10,000-ൽ നിന്ന് 900 പോയി, അപ്പോൾ 9,100 ആയി. പിന്നീട് 2,000 കൂടി. ഇപ്പൊ എത്രയായി സസ്പെൻസ്? 11,100 ആയി. സസ്പെൻസ് ഇപ്പൊ 11,100 ആയി മാറി. ഓക്കെ, ഇനിയും കുറെ എററുകൾ ഉണ്ടാവും. എല്ലാ എററുകളും റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻസ് നില്ലാവും. ഓക്കെ, അപ്പൊ അത് കൂടിയും കുറഞ്ഞും ഇങ്ങനെ പോകും. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ കൂടിയും കുറഞ്ഞും പോയിട്ട് അവസാനം സസ്പെൻസ് അക്കൗണ്ട് നില്ലാവും. എല്ലാ എററും റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻസ് അക്കൗണ്ട് നില്ലാവും. നമ്മൾ 10,000 പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകളാണ്. 10,000-ൽ നിന്ന് 900 പോയി 9,100 ആയി. പക്ഷെ വീണ്ടും 2,000 കൂടി. ഇപ്പൊ 11,100 ആയി. സസ്പെൻസ് അക്കൗണ്ട് ഇപ്പൊ 11,100 ആയി നിൽക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ട്രയൽ ബാലൻസിന്റെ എറർ 10 രൂപയുടെ എറർ അല്ലേ, അത് വിട്ടേക്കാം, 10 രൂപ അല്ലേ എന്ന് പറഞ്ഞിട്ട് വിട്ടുകളയാൻ പാടില്ല. 10 രൂപ ആയിരിക്കില്ല അതിന്റെ എറർ. അതിന്റെ എറർ പല എററുകളുടെ എഫക്റ്റ് ആയിരിക്കും 10 രൂപ കാണിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആയില്ല, 10 രൂപയുടെ കുറവേ ഉള്ളൂ. ട്രയൽ ബാലൻസ് ടാലി ആയില്ല. ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കിയപ്പോൾ ഇവിടെ 25,000 ആണ് ഈ സൈഡിൽ. ഈ സൈഡിൽ നിങ്ങൾ 24,990 വന്നു. ഒരു 10 രൂപയുടെ മിസ്റ്റേക്ക് ഉണ്ട്. കുഴപ്പമില്ല, ഏതെങ്കിലും ഒരെണ്ണത്തിൽ പോയിട്ട് ഒരു 10 രൂപയുടെ കൂട്ടിയിട്ട് 10 രൂപ മിസ്റ്റേക്ക് വേറെ പല സംഗതികളുടെ മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ട്രയൽ ബാലൻസ് ടാലി ആയില്ലെങ്കിൽ ഇങ്ങനെ ടാലിയാക്കി കളയരുത്. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സാറിന് നിങ്ങൾ പണി കൊടുക്കരുത് ഇങ്ങനെ ട്രയൽ ബാലൻസ് ടാലി ആക്കിയിട്ട്. ഓക്കെ, ആ എററുകൾ പല തരത്തിലുള്ള പല സംഭവങ്ങൾ കൊണ്ടുണ്ടായ എറർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ടാലി ആവുന്നത് വരെ ആ പണി ചെയ്തുകൊണ്ടേയിരിക്കണം. രണ്ട് സൈഡിലും ഈക്വൽ എമൗണ്ട് വരുന്നത് വരെ നിങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കണം. അത് എത്ര കാശിന്റെ വ്യത്യാസമാണെന്നുണ്ടെങ്കിലും അത് കണ്ടുപിടിച്ചിട്ട് ട്രയൽ ബാലൻസ് ടാലി ആക്കണം. Rectification of errors after preparing final accounts. Rectification of errors after preparing final accounts. നമ്മൾ ഇപ്രാവശ്യം ട്രയൽ ബാലൻസ് ടാലി ആയില്ല. പക്ഷേ നമുക്ക് ഈ ഫൈനലൈസേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യണമായിരുന്നു. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫൈനലൈസേഷൻ ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തു. ഈ എറർ സസ്പെൻസ് എന്ന് പറഞ്ഞൊരു എറർ ഉണ്ടായിരുന്നു. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത സസ്പെൻസ് ഉണ്ടായിരുന്നു. ഈ സസ്പെൻസ് ഡെബിറ്റ് ആയ സസ്പെൻസ് ആണെങ്കിൽ നമ്മളത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിച്ചു. ക്രെഡിറ്റിലെ സസ്പെൻസ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ ഒരു ലയബിലിറ്റി ആയിട്ട് കാണിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഈ അക്കൗണ്ട് ഇപ്രാവശ്യത്തെ എങ്ങനെയെങ്കിലും ഫൈനലൈസേഷൻ ചെയ്തു. അടുത്ത വർഷമാണ് നമ്മൾ എറർ ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലായി സാലറി അക്കൗണ്ട് ടോട്ടൽ ചെയ്തപ്പോൾ ഒരു 10,000 രൂപ സാലറി അക്കൗണ്ടിൽ ടോട്ടലിങ്ങിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. 10,000 രൂപ കുറച്ചാണ് സാലറി അക്കൗണ്ടിങ്ങിൽ ഡെബിറ്റ് ചെയ്തത്. ടോട്ടലിങ്ങിൽ വന്നൊരു മിസ്റ്റേക്കാണ്. ഒരു 10,000 രൂപ ടോട്ടലിങ്ങിൽ വന്നില്ല. അക്കൗണ്ട്സ് എല്ലാം ഫൈനലൈസ് ചെയ്തു. നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇറക്കി, ബാലൻസ് ഷീറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനി അതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എൻട്രി ഇടുമായിരുന്നു. സാലറി അക്കൗണ്ട് ടു സസ്പെൻസ് എൻട്രി ഇടുമായിരുന്നു. സാലറി ടോട്ടൽ ചെയ്തപ്പോൾ 10,000 രൂപ ടോട്ടലിങ്ങിൽ വന്നില്ല. അതുകൊണ്ട് 1000 രൂപ സാലറി അക്കൗണ്ട് ടു സസ്പെൻസ് എൻട്രി ഇടുമായിരുന്നു. നമ്മൾ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആണെങ്കിൽ ഇങ്ങനെ എൻട്രി ഇടുമായിരുന്നു. പക്ഷേ ഈ സാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വർഷം എൻട്രി ഇടാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ വർഷത്തെ സാലറിയാണ്. ഓൾറെഡി സാലറികളെല്ലാം അതാത് വർഷങ്ങളിൽ പ്രോഫിറ്റും ലോസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓരോ വർഷം അവസാനിക്കുമ്പോഴും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഈ സാലറി എന്ന് പറഞ്ഞ അക്കൗണ്ട് അത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. എക്സ്പെൻസ്, ഇൻകംസ്, ഗെയിൻസ്, ലോസ് എല്ലാം നോമിനൽ അക്കൗണ്ട്സുകളാണ്. എല്ലാ നോമിനൽ അക്കൗണ്ട്സും നമ്മൾ അതാത് വർഷങ്ങളിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യും. ഇതെല്ലാം ക്ലോസ് ചെയ്ത് കളയും. അപ്പോൾ ഇനി സാലറി എന്ന് എഴുതാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് എഴുതാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഈ സാലറി എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ. സാലറി എന്ന് എഴുതാൻ പറ്റില്ല. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് എന്ന് എൻട്രി ഇടണം. ഓക്കെ, അതായത് പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഐറ്റം ആണെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. എന്താണ് പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത്? എക്സ്പെൻസ്, ഇൻകം, ലോസ്, അത്തരം കാര്യങ്ങളൊക്കെ പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഐറ്റംസ് ആണ്.
ഒക്കെ അത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഐറ്റമാണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നാണ് കാണിക്കുക. നേരെ മറിച്ച് വേറെ ഒരു എററാണ്. ഒരു എറർ എന്താണ്? നമ്മൾ നേരത്തെ ഇട്ട ഇതായിരുന്നു പ്രശ്നം. മഹേഷിന്റെ അക്കൗണ്ടിൽ 1000 rupees ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം മഹേഷിന്റെ അക്കൗണ്ടിൽ 1000 rupees ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ബിഫോർ ഫൈനൽ അക്കൗണ്ട്സ് ആണെങ്കിൽ ഇങ്ങനെ എൻട്രി ഇടുമായിരുന്നു. മഹേഷ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് 2000 rupees എൻട്രി ഇടുമായിരുന്നു അല്ലേ? യെസ്. ഈ മഹേഷ് എന്ന് പറയുന്നത് എന്തല്ല, നോമിനൽ അക്കൗണ്ട് അല്ല, എക്സ്പെൻസോ ലോസോ ഇൻകമോ ഒന്നുമല്ല. അതൊരു ഡെബിറ്റാണ്, ഡെറ്ററാണ്. പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഐറ്റം അല്ല. എക്സ്പെൻസ്, ലോസ്, ഇൻകം, ഗെയിന് അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഐറ്റം. ഇത് പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഐറ്റം അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മഹേഷ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് നമുക്ക് അടുത്ത വർഷം എൻട്രി ഇടാം. ക്ലിയർ ആണോ? ഓക്കെ. പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഏതെങ്കിലും ഐറ്റം ആണെങ്കിൽ P&L അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇടണം. ഇതാണെങ്കിലോ സെയിൽസ് നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ 1000 പോസ്റ്റ് ചെയ്യുന്നതിന് പകരം 100 പോസ്റ്റ് ചെയ്തു. അത് ഓക്കെ, സെയിൽസിൽ നമ്മൾ 900 കൂട്ടി. സെയിൽസ് എന്ന് പറയുന്നത് പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഐറ്റം ആണ്. സെയിൽസ് എന്ന് പറയുന്നത് പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഐറ്റം ആയതുകൊണ്ട് സെയിൽസ് എന്ന് കാണിക്കാൻ പറ്റില്ല. എന്താണ്? കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിൽസ് ആയിരുന്നു. P&L അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ഏതെങ്കിലും എക്സ്പെൻസ്, ലോസ്, ഇൻകം, റവന്യൂ അത്തരം അക്കൗണ്ടുകളൊക്കെയാണ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് ഇൻ P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ക്ലിയർ? ക്ലിയർ ആണ് സർ. ഓക്കെ. ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ട്രയൽ ബാലൻസ് ഈസ് നോട്ട് എ കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് അക്യൂറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ട്രയൽ ബാലൻസ് ടാലി ആയി എന്ന് പറഞ്ഞിട്ട് ബുക്സ് എല്ലാം കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ട്രയൽ ബാലൻസ് ഈസ് നോട്ട് എ കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് അക്യൂറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അല്ലേ, കുറേ മിസ്റ്റേക്കുകൾ, പ്രിൻസിപ്പൽ എറേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? പ്രിൻസിപ്പൽ എറേഴ്സ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് അർത്ഥം ഇല്ല. എന്തിനാണ് ഈ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്? ഒബ്ജക്ട് ഓഫ് ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട് ഈസ് ടു അവോയ്ഡ് ഡിലേ ഇൻ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ബാലൻസ് ഇൻ സസ്പെൻസ് അക്കൗണ്ട് റെപ്രസെന്റ്സ് ദ നെറ്റ് എഫക്ട് ഓഫ് എറേഴ്സ്. എല്ലാ എററുകളുടെയും ആകത്തുകയാണ് ഈ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് റിമീൻ അൺഡിറ്റക്റ്റഡ്. ഡിറ്റക്ട് ചെയ്യാത്ത എററുകളുടെ ആകത്തുകയാണ് സസ്പെൻസ് എന്ന് പറയുന്നത്. ടാലിയായ ട്രയൽ ബാലൻസ് ഇത്തരം എററുകളെ കാണിക്കില്ല. എന്തൊക്കെയാണ്? കംപ്ലീറ്റ് ഒമിഷൻ, ട്രയൽ ബാലൻസ് ടാലി ആവും. കംപ്ലീറ്റ് ഒമിഷൻ ഉണ്ടെങ്കിലും ട്രയൽ ബാലൻസ് ടാലി ആവും. പ്രിൻസിപ്പൽ എറർ ഉണ്ടെങ്കിലും ട്രയൽ ബാലൻസ് ടാലി ആവും. കോമ്പൻസേറ്റിംഗ് എറർ ട്രയൽ ബാലൻസ് ടാലി ആവും. പോസ്റ്റിംഗ് റോങ് അക്കൗണ്ട് ബട്ട് കറക്റ്റ് സൈഡ് കറക്റ്റ് എമൗണ്ട്. കറക്റ്റ് സൈഡിൽ കറക്റ്റ് എമൗണ്ട് തന്നെ പോസ്റ്റ് ചെയ്തു, പക്ഷെ റോങ് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്തത്. ട്രയൽ ബാലൻസ് വിൽ ടാലി. 1. സെയിൽസ് റിട്ടേൺ ബുക്ക് has been undercast by ₹150. ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സെയിൽസ് റിട്ടേൺ ബുക്ക് അണ്ടർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലിംഗ് ചെയ്തപ്പോൾ കുറഞ്ഞു പോയി. 150 കുറച്ചാണ് ടോട്ടലിംഗിൽ എഴുതിയിരിക്കുന്നത്. എങ്ങനെ റെക്ടിഫൈ ചെയ്യും ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്? ഡെബിറ്റ് സൈഡിൽ ചെന്നിട്ട് എററിന്റെ ബില്ല് 150 ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് അക്കൗണ്ട് ആണ്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് അക്കൗണ്ട് ആണെന്നുള്ള ആർക്കും സംശയമില്ലല്ലോ? ഇല്ല. അപ്പൊ അവിടെ നമ്മൾ ടോട്ടലിംഗ് ചെയ്തപ്പോൾ 150 കുറച്ചാണ് ടോട്ടലിംഗ് ചെയ്തത്. അപ്പോൾ ആ ഡെബിറ്റ് സൈഡിൽ പോയിട്ട് എഴുതുക ടു അണ്ടർകാസ്റ്റിംഗ് 150 ഇൻ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. ഇൻ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്, ഇൻ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് debit side താഴെ എഴുതുക to undercasting ₹150. to undercasting ₹150. Second one, salary paid to Sadish of ₹2000 has been posted twice to salary account. സാലറി അക്കൗണ്ടിൽ 2 പ്രാവശ്യം എഴുതി. സതീഷിന് സാലറി കൊടുത്തപ്പോൾ ഒരിക്കൽ 2000 എഴുതി, അത് കറക്റ്റായിട്ട് എഴുതി. വീണ്ടും 2000 എഴുതി. അതെങ്ങനെ നമ്മൾ ഇനി റെക്ടിഫൈ ചെയ്യും? സാലറി അക്കൗണ്ടിൽ 2 പ്രാവശ്യം 2000 എഴുതി. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതിയ 2000 അതിൽ നിന്ന് പോണം.
ക്രെഡിറ്റ് ചെയ്യണം 2000. യെസ്, സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം ബൈ ഡബിൾ പോസ്റ്റിംഗ് 2000. അപ്പൊ നിങ്ങൾ എഴുതുക ഇൻ സാലറി അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്, ഇൻ സാലറി അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്, എന്നിട്ട് താഴെ എഴുതുക ബൈ ഡബിൾ പോസ്റ്റിംഗ് ₹2000, ബൈ ഡബിൾ പോസ്റ്റിംഗ് ₹2000. തേർഡ് വൺ, discount allowed to Raju ₹250 has not been entered in the discount column of the cash book. The amount has been posted correctly to the credit of his personal account. രാജുവിന് നമ്മൾ ഡിസ്കൗണ്ട് 250 രൂപ കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്കൗണ്ട് കോളത്തിൽ എഴുതാൻ വിട്ടുപോയി. പക്ഷേ കറക്റ്റായിട്ട് രാജുവിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലെല്ലാം കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് കോളത്തിൽ മാത്രം വിട്ടുപോയതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ ടു ഒമിഷൻ ഇൻ പോസ്റ്റിംഗ്. ഇൻ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, താഴെ ടു ഒമിഷൻ ഇൻ പോസ്റ്റിംഗ് ₹250. The total to purchase book has been undercast by ₹2100. Not in purchase book, in purchase account. In purchase account ഡെബിറ്റ് ചെയ്യണം അല്ലെ, പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ടു അണ്ടർകാസ്റ്റിംഗ് ₹2100. എല്ലാം എഴുതണം, എമൗണ്ട് ഒക്കെ എഴുതണം. ഇൻ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, എന്നിട്ട് താഴെ എഴുതുക ടു അണ്ടർകാസ്റ്റിംഗ് ₹2100. Next one, fifth one. The total of bills receivable book ₹5000 has been posted to the credit of bills receivable account as ₹500. Bills receivable ബുക്കിന് ഡെബിറ്റ് ആണ്, ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന് ഡെബിറ്റ് ആണ് 5000. ആ 5000 ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലെ ക്രെഡിറ്റിൽ 500 എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു. ഡെബിറ്റ് സൈഡിൽ 10,000 5,500 ഡെബിറ്റ് ചെയ്യണം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ 5500 ഡെബിറ്റ് ചെയ്യണം. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? ഈ 5000 ഡെബിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്തില്ല. അപ്പൊ അത് കാണിക്കണമല്ലോ, 5000 കാണിക്കണം. ഈ 500 വേണ്ടാതെ ഒരു ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആ 500നെ ഡെബിറ്റും ചെയ്യണം. അപ്പൊ ടോട്ടല് 5500 ഡെബിറ്റ് ചെയ്യണം. ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ 5000 ആയിരുന്നു ഡെബിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ആ 5000 ഡെബിറ്റ് ചെയ്തില്ല. അപ്പൊ ഒരു 5000 ഡെബിറ്റ് ചെയ്യണ്ടേ ഇപ്പൊ നമ്മള് ചെയ്യണം. വേണ്ടാതെ ഒരു 500 കൊണ്ടുപോയി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ക്യാൻസൽ ചെയ്യണ്ടേ? ക്യാൻസൽ ചെയ്യണം. ആ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആ 500നെ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 500 ക്രെഡിറ്റ് ക്യാൻസൽ ആയി പോവില്ലേ? അപ്പൊ എത്ര ടോട്ടൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം? 5,000. വെരി ഗുഡ്, 5500 നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോ എന്ത് എഴുതും നമ്മള്? ഇൻ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ടു എറർ ഇൻ പോസ്റ്റിംഗ് ₹5500. Sixth one, an amount of ₹1585 for a credit sale to Babu, although correctly entered in sales book, has been posted in Babu account 1885. ബാബുവിന് നമ്മൾ ഗുഡ്സ് വിറ്റത് സെയിൽസ് അക്കൗണ്ടിലൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്തു. പക്ഷേ ബാബുവിൻ്റെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ 1585 അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം എമൗണ്ട് മാറിപ്പോയി 1885 എന്ന് പോസ്റ്റ് ചെയ്തു. അപ്പം അദ്ദേഹത്തെ കൂടുതൽ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡെബിറ്റ് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം ബാബു അക്കൗണ്ടിൽ. 300 തന്നെയാണോ? ഓക്കെ, 300 രൂപ ബാബു അക്കൗണ്ടിൽ പോയിട്ട് അപ്പൊ എഴുതുക ഇൻ ബാബു അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ബൈ എറർ ഇൻ പോസ്റ്റിംഗ് ₹300.
1585 രൂപ ബാബു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തത് 1885 റുപ്പീസ് ആണ്. 300 രൂപ എക്സ്ട്രാ ഡെബിറ്റ് ചെയ്ത് പോയി. അപ്പൊ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 300 രൂപ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോയിക്കോളും. 7th one, total of bills payable book ₹5,000 has been posted to the debit of bills payable account. So credit ൽ ചെന്നിട്ട് 10,000 ആഡ് ചെയ്യാം. വെരി ഗുഡ്. ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണ്. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് അക്കൗണ്ട് ആണ്. ഓക്കെ, ലയബിലിറ്റി ആണ്. ഈ ബിൽസ് പേയബിൾ ബുക്കിന്റെ ടോട്ടൽ നമ്മൾ ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു 5,000 റുപ്പീസ്. ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റ് കൊടുക്കേണ്ടി വരും. ക്രെഡിറ്റ് സൈഡിൽ 10,000 റുപ്പീസ് പോസ്റ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ എല്ലാവർക്കും? അത് ക്ലിയർ ആണ് സർ. ക്ലിയർ. ഇൻ ബിൽസ് പേയബിൾ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് പോസ്റ്റിംഗ് ഇൻ റോങ് സൈഡ് ₹10,000. Total of bills receivable book ₹1,500 left unposted in bills receivable account debit side to omission in posting 1,500. 9th one, goods worth ₹1,000 brought from Kumar unrecorded. The complete omission ആണ്. Unrecorded. Goods worth ₹1,000 bought from Kumar unrecorded. Complete omission ആണ്. Complete omission ആണെങ്കിൽ നമുക്കതിന് എൻട്രി ഇടുക. ജേണൽ എൻട്രി ഇട്ട് അത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ റെക്ടിഫിക്കേഷൻ. കംപ്ലീറ്റ് ഒമിഷൻ ആയതുകൊണ്ട്. Then 10. A return of ₹1,200 from Abhishek posted to his debit. അഭിഷേക് ഗുഡ്സ് ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഒരാൾ നമുക്ക് എന്തെങ്കിലും സാധനം തന്നു കഴിഞ്ഞാൽ തന്ന ആളെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. തന്ന ആൾക്ക് ക്രെഡിറ്റ് കൊടുക്കണം. അതിന്റെ അദ്ദേഹം ഗുഡ്സ് നമുക്ക് തന്നപ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. റോങ് സൈഡിൽ വന്നാൽ എന്ത് ചെയ്യും? റോങ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ഡബിൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അഭിഷേക് അക്കൗണ്ടിൽ ഇൻ അഭിഷേക് അക്കൗണ്ട് credit side by posting in wrong side 2,400. ഇതിന്റെ ഡബിൾ എമൗണ്ട് ചെയ്യണം. 2,400. അഭിഷേകിന് ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അത് എഫക്റ്റ് കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ എമൗണ്ട് ഇനി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. സോ ഇൻ അഭിഷേക് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ബൈ posting in wrong side 2,400. In 11, a return of ₹900 to Ravi posted as ₹90 in his account. രവിക്ക് നമ്മൾ 900 റുപ്പീസിന്റെ ഗുഡ്സ് റിട്ടേൺ ചെയ്തത് 90 റുപ്പീസ് എന്നാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി എത്രയും കൂടി പോസ്റ്റ് ചെയ്യണം? 810 കൂടെ പോസ്റ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ഡെബിറ്റ് ചെയ്യണം. റിട്ടേൺ ടു രവിയാണ്. രവിക്ക് നമ്മൾ റിട്ടേൺ ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻ രവി അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ടു ഡിഫറൻസ് ഇൻ പോസ്റ്റിംഗ് 810. And 12, a payment of ₹2,150 to Ravi posted to his credit as 1,250. 2,150 രവിക്ക് കൊടുത്തത് രവിയുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ? പക്ഷെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു എന്ന് മാത്രമല്ല എമൗണ്ട് തെറ്റുകയും ചെയ്തു. 1250. 2,150 ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം
അദ്ദേഹം ക്രെഡിറ്റ് ചെയ്തു എന്ന് മാത്രമല്ല എമൗണ്ടും മാറിപ്പോയി. എങ്ങനെ റെക്ടിഫിക്കേഷൻ ചെയ്യും? ഡെബിറ്റ് സൈഡിലെ രവി അക്കൗണ്ട് 3400. ഓക്കെ, എങ്ങനെയാ അത് വന്നത്? ഈ ക്രെഡിറ്റിൽ വന്ന 1250 ക്രെഡിറ്റിൽ വന്ന 1250 അനാവശ്യമായി വന്നതാണ്. അത് ക്യാൻസൽ ചെയ്യാൻ ഡെബിറ്റ് ചെയ്യണം. വേണ്ടേ? വേണം. ഈ 2150 പോസ്റ്റ് ചെയ്തിട്ടില്ല, അത് വരികയും വേണ്ടേ? വരണം. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 3400. ഓക്കെ, അപ്പോൾ എഴുതുക ഇൻ രവി അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ടു error in posting 3400. Next 13. Sales book added rupees 9000 short. Count in the credit side 9000 add here. Very good. In sales account credit side by undercasting 9000. സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം ആഫ്റ്റർ ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ ഫൈനൽ അക്കൗണ്ട്സ്. ഓക്കെ, ആഫ്റ്റർ ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ ഫൈനൽ അക്കൗണ്ട്സ്. പക്ഷെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ട് ട്രയൽ ബാലൻസ് ടാലി ആക്കി. സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ട്രയൽ ബാലൻസ് ടാലി ആക്കി. ഇനി നമ്മൾ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് ഇത് റെക്ടിഫൈ ചെയ്യാം? Okay, the sales return book has been undercast by rupees 150. സെയിൽസ് റിട്ടേൺ ബുക്കിൽ നമ്മളിപ്പോൾ ഡെബിറ്റ് ചെയ്യണം, 150 ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ ബുക്ക് ഈസ് അണ്ടർകാസ്റ്റഡ് ആണ്, അപ്പോൾ അതിലേക്ക് ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ ബുക്കിലേക്ക് ഡെബിറ്റ് ചെയ്യണം 150. അപ്പോൾ നമ്മൾ എങ്ങനെ എൻട്രി ഇടും? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ 150 to suspense account, because we already opened a suspense account to tally, to make the trial balance tally. We already prepared a suspense account, therefore all this effect should be given to suspense account. Narration: sales return book has been undercast, rupees 150, now rectified. Salary paid to Sadish of rupees 2000 has been posted twice to salary account. എങ്ങനെ റെക്ടിഫൈ ചെയ്യും? സാലറി അക്കൗണ്ടിൽ 2 പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം പോസ്റ്റ് ചെയ്തത് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ സാലറി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സാലറി അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സാലറി അക്കൗണ്ട്. എമൗണ്ട് എത്രയായിരുന്നു? 2000. ഡിസ്കൗണ്ട് allowed to Raju rupees 250 has not been entered in the discount column of cash book. The amount has been posted correctly to the credit of his personal account. Discount allowed discount account-il debit ചെയ്തിട്ടില്ല. Discount allowed debtor to suspense account. Very good. Discount allowed account debtor to suspense account 150. Fourth one, the total to the purchase book has been undercast by rupees 2100. പർച്ചേസ് ബുക്ക് ടോട്ടൽ ചെയ്തപ്പോൾ 2100 കുറച്ചാണ് ടോട്ടൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഡെബിറ്റ് ചെയ്യുക? പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് സസ്പെൻസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത സംഭവങ്ങൾ തന്നെയാണ്, പക്ഷേ നമ്മളിപ്പോൾ എഫക്റ്റ് സസ്പെൻസിന് കൊടുക്കുകയാണ്. 2100. ഡിസ്കൗണ്ടിന്റെ എൻട്രി എന്താ? ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു ദാറ്റ് പാർട്ടി അല്ലേ? ആ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് അത് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടിൽ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത് ഇല്ലേ? ഫിഫ്ത്ത് വൺ, ടോട്ടൽ ഓഫ് ബിൽസ് റിസീവബിൾ ബുക്ക് rupees 5000 has been posted to the credit of bills receivable account as rupees 500. Bills receivable account debtor to suspense account. നമ്മൾ നേരത്തെ ചെയ്ത സംഭവങ്ങൾ തന്നെയാണ്. ഇപ്പോൾ സസ്പെൻസിന് ഡെബിറ്റും ക്രെഡിറ്റും കൊടുക്കുന്നതേ ഉള്ളൂ. എത്രയായിരുന്നു? 5500. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് rupees 5500. ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 5000 rupees പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ 500 rupees പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ 500 ക്യാൻസൽ ചെയ്യണം. ഈ 500 ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തത് തെറ്റാണ്, അത് ക്യാൻസൽ ചെയ്യാൻ 500നെ ഡെബിറ്റ് ചെയ്യണം.
ഇവിടെ ഒരു 5000 ഒമിഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും വരണം. അപ്പോൾ ടോട്ടൽ 5500 ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 5500 ടു സസ്പെൻസ് അക്കൗണ്ട്. 6. An amount of rupees 1585 for a credit sale to Babu, although correctly entered in sales book, has been posted in Babu account as 1885. Babu account-il 1585 ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 1885 എന്ന് ഡെബിറ്റ് ചെയ്തു. അദ്ദേഹത്തിന് നമ്മൾ ഗുഡ്സ് കടമായിട്ട് വിറ്റതാണ് ബാബുവിന്. സെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തപ്പോൾ 1585 ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം 1885 ഡെബിറ്റ് ചെയ്തു. അപ്പോൾ 300 രൂപ എക്സ്ട്രാ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. 300 രൂപ എക്സ്ട്രാ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ 300 രൂപ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്ത് ചെയ്തു? Suspense account debtor to Babu account. Suspense account debtor to Babu. 300. 7th one. The total of bills payable book rupees 5000 has been posted to the debit of bills payable account. ബിൽസ് പേയബിൾ ബുക്കിൽ 5000 റുപ്പീസ് ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്. ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ 5000 റുപ്പീസ് ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ബിൽസ് പേയബിൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ റോങ് സൈഡിൽ പോസ്റ്റിംഗ് ആണ്. റോങ് സൈഡിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ എഫക്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻട്രി എങ്ങനെയാണ്? Suspense account debtor to bills payable. Very good. Next, 8th one. The total of bills receivable book rupees 1500 left unposted. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അത് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. 1500 റുപ്പീസ് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. ഡെബിറ്റ് അക്കൗണ്ട് ആണ്, അത് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ നമ്മളിപ്പോൾ എൻട്രി ഇടണം. ബിക്കോസ് ഓൾറെഡി നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ജേണൽ എൻട്രി ഇടണം. Bills receivable account debtor to suspense വെരി account. ഗുഡ്, വെരി ഗുഡ്. 9th one. ഗുഡ്സ് വർത്ത് rupees 1000 bought from Kumar unrecorded. കംപ്ലീറ്റ് ഒമിഷൻ ആണ്. കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ പുതിയൊരു ജേണൽ എൻട്രി ഇടുക. Purchase account debtor to പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കുമാർ. Kumar account. Then 10th one. Return of rupees 1200 from Abhishek posted to his debit. അദ്ദേഹം ഗുഡ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. Account debtor to Abhishek account. എമൗണ്ട് 2400. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു അഭിഷേക്. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു അഭിഷേക് 2400. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം 1200 ഡെബിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ഡബിൾ എഫക്റ്റ് കൊടുക്കണം. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു അഭിഷേക് 2400. നെക്സ്റ്റ് 11. റിട്ടേൺ ഓഫ് rupees 900 to Ravi posted as rupees 90 in his account. രവിയെ ഡെബിറ്റ് ചെയ്തപ്പോൾ ഗുഡ്സ് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ രവിനെ ഡെബിറ്റ് ചെയ്യണം. രവിക്കാണ് നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്ത് കൊടുത്തത്, രവിനെ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എമൗണ്ട് 900 എന്ന് എഴുതുന്നതിന് പകരം 90 എന്ന് എഴുതി. അപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. 810 റുപ്പീസ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇനി വീണ്ടും ഡെബിറ്റ് ചെയ്യണം. Ravi account debtor to suspense account. രവി അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 810. A payment of rupees 2150 to Ravi posted to his credit as rupees 1250. രവിയുടെ അക്കൗണ്ടിലേക്ക് 2150 കൊടുത്തപ്പോൾ 2150 അദ്ദേഹത്തിനെ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പോയിട്ട് 1250 ക്രെഡിറ്റ് ചെയ്തു. ഒരു എമൗണ്ട് കറക്റ്റായിട്ട് ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം അത് ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ക്രെഡിറ്റിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു. ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എമൗണ്ട് മാറിപ്പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എങ്ങനെ അത് കറക്റ്റ് ചെയ്യും? ഈ ക്രെഡിറ്റിൽ എഴുതിയ 1250 റോങ് ആണ്.
അതിനെ നമുക്ക് ആദ്യം ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് ഈ 2150 ഡെബിറ്റിൽ വരികയും വേണം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുക. 2150 വരികയും വേണം. നേരത്തെ 1250 ക്രെഡിറ്റിൽ ചെയ്തത് റോങ് ആണ്, അത് ക്യാൻസൽ ആവുകയും വേണം. അപ്പൊ എത്ര ഡെബിറ്റ് ചെയ്യണം? 3400 രവിയുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. രവി അക്കൗണ്ട് ഡെറ്റർ 3400 to suspense 3400. Next 13. Sales book added rupees 9000 short. To sales account. Yeah. Suspense account debtor to sales account 9000. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. നമ്മൾ ഈ എൻട്രി റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത് അടുത്ത വർഷമാണെങ്കിൽ, ഫൈനൽ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം അടുത്ത വർഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരുന്നു എൻട്രീസ് പാസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ എൻട്രീസ് എല്ലാം പാസ് ചെയ്യുന്നത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അടുത്ത വർഷമാണെങ്കിൽ, റെക്ടിഫിക്കേഷൻസ് എല്ലാം ചെയ്യുന്നത് അടുത്ത വർഷമാണെങ്കിൽ എങ്ങനെയാണ് എൻട്രീസ് ഇടുക എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റൂൾ അറിയാം. എനി അക്കൗണ്ട് വിച്ച് അഫക്ട്സ് പ്രോഫിറ്റ്സ്, അതായത് നോമിനൽ അക്കൗണ്ട്സുകളാണെങ്കിൽ, ഏതെങ്കിലും നോമിനൽ അക്കൗണ്ട്സുകളാണെങ്കിൽ, പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും അക്കൗണ്ട്സുകളാണെങ്കിൽ, എക്സ്പെൻസ്, ലോസ്, ഇൻകം, ഗെയിൻസ് അങ്ങനത്തെ അക്കൗണ്ടുകളാണെങ്കിൽ നമ്മൾ അത് മാറ്റിയിട്ട് P&L അഡ്ജസ്റ്റ്മെന്റ് എന്ന് എൻട്രി ഇടേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ എൻട്രി നോക്കാം. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് എന്നാണ് നമ്മൾ ഫസ്റ്റ് ഇതിന്റെ ട്രാൻസാക്ഷന്റെ എൻട്രി ഇട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിൽസ് റിട്ടേൺ ഇനി എൻട്രി ഇടാൻ പറ്റില്ല. അതിന് പകരം ഈ സെയിൽസ് റിട്ടേൺ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? P&L അഡ്ജസ്റ്റ്മെന്റ്. പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഐറ്റം ആണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്ന ഐറ്റം. അപ്പോൾ P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് എന്ന് വേണ്ടി വരും എൻട്രി ഇടാൻ. അടുത്ത എൻട്രി ആണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു P&L അഡ്ജസ്റ്റ്മെന്റ്. തേർഡ് കേസിൽ P&L adjustment account debtor to suspense account. P&L adjustment account debtor to fourth case ആണെങ്കിൽ P&L adjustment account debtor to suspense account. P&L adjustment account debtor to suspense account 2100. Next case ഈ bills receivable account debtor to suspense നമ്മൾ എന്ത് ചെയ്യും? Adjustment account debtor to suspense account. അല്ല. ഓക്കെ, ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്, നോട്ട് എൻ എക്സ്പെൻസ്. ബിൽസ് റിസീവബിൾ ഒരു എക്സ്പെൻസോ ഇൻകമോ ഗെയിനോ ഒന്നും അല്ല. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ആണ്. ഓക്കെ, അത് പ്രോഫിറ്റിനെ അഫക്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതേ എൻട്രി തന്നെയാണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. സെയിം എൻട്രി റിപ്പീറ്റ് ചെയ്യാം. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. ഇറ്റ് വിൽ നോട്ട് അഫക്ട് ദ പ്രോഫിറ്റ്. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ അക്കൗണ്ട് പ്രോഫിറ്റിനെ അഫക്ട് ചെയ്യുന്ന അക്കൗണ്ട് അല്ല, അതൊരു അസറ്റ് ആണ്. അപ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. പ്രോഫിറ്റിനെ അഫക്ട് ചെയ്യുന്ന സംഭവമാണെങ്കിൽ മാത്രമാണ് നമ്മൾ പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാബു എന്ത് ചെയ്യും? അതേപോലെ തന്നെ സെയിം എൻട്രി തന്നെയാണ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാബു. അത് പ്രോഫിറ്റിനെ ബാധിക്കാത്ത എൻട്രി ആണ്. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാബു. അടുത്ത എൻട്രി സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ. അതുപോലെ തന്നെയാണ്, പ്രോഫിറ്റിനെ ബാധിക്കാത്തതാണ്. അപ്പൊ അതേപോലെ തന്നെ എഴുതാം സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ. നെക്സ്റ്റ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. അതും അതുപോലെ തന്നെ എഴുതും. പ്രോഫിറ്റിനെ ബാധിക്കാത്ത എൻട്രി ആണ്. അപ്പൊ അതേപോലെ തന്നെ കോപ്പി ചെയ്യാം. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു കുമാർ. അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു കുമാർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു കുമാർ. പർച്ചേസ് എന്ന് പറയുന്നത് പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഐറ്റം ആണ്. അപ്പോൾ P&L അഡ്ജസ്റ്റ്മെന്റ് നോക്കണം. P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു കുമാർ. പർച്ചേസ് പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഐറ്റം ആണ്, അതുകൊണ്ട് പർച്ചേസ് മാറ്റിയിട്ട് P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ. കുമാർ പ്രോഫിറ്റിനെ ബാധിക്കുന്ന ഐറ്റം അല്ല, അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാം. P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു കുമാർ. അടുത്ത് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു അഭിഷേക്. ഇത് അതുപോലെ തന്നെ എഴുതാം. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു അഭിഷേക് പ്രോഫിറ്റിനെ ബാധിക്കാത്ത ഐറ്റമാണ്, അതുപോലെ തന്നെ കോപ്പി ചെയ്യാം. രവി അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. അതും അതുപോലെ തന്നെ കോപ്പി ചെയ്യാം. രവി അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്.
രവി അക്കൗണ്ട് അറ്റ് സസ്പെൻസ് അതുപോലെ തന്നെ കോപ്പി ചെയ്യുന്നു. രവി അക്കൗണ്ട് അറ്റ് സസ്പെൻസ് പ്രോഫിറ്റിനെ ബാധിക്കാത്തതായിട്ടാണ്. Then last suspense account debtor to sales. Suspense account debtor to P&L adjustment account. Suspense account debtor to P&L adjustment account. Sales profitനെ ബാധിക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് suspense account debtor to P&L adjustment. Question number 3. The sales book has been total rupees 1000 short. Discount allowed to Hari rupees 180 has not been entered in the discount column of the cash book. The account of Hari has however been correctly posted. Goods worth rupees 1500 returned by George have not been recorded anywhere. Furniture purchased from Bindu rupees 10,000 has been entered in purchase day book. Discount received from Tarun rupees 150 has not been entered in the discount column of the cash book. Goods purchased from Amin rupees 2500 has been posted to the debit of Amin account. Correct the errors without opening a suspense account and opening a suspense account. രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് പറയുന്നത്. ഒന്ന് വിത്തൗട്ട് ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട്, അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ബിഫോർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് യു റെക്ടിഫൈ ദ എറേഴ്സ്. ഓക്കെ. രണ്ടാമത്തെ രീതി പറയുന്നത് rectify the errors after opening a suspense account. That means after preparation of trial balance but before final accounts. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ. ഓക്കെ. ഫസ്റ്റ്, before preparation of trial balance. The sales book has been total rupees 1000 short in sales account credit side by undercasting rupees 1000. B. Discount allowed to Hari rupees 180 has not been entered in the discount column of the cash book, but the account of Hari has however been correctly posted. Discount allowed ആണ് എഴുതാൻ വിട്ടുപോയിട്ടുള്ളത്. ഇപ്പം എന്ത് ചെയ്യണം? In discount allowed account debit side to omission in post 180. C. Goods worth rupees 1500 returned by George have not been recorded anywhere. Return account debtor to George. Very good. Sales return account debtor to George. അത് കംപ്ലീറ്റ് ഒമിഷൻ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ എൻട്രി ഇടണം. റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു ജോർജ്. നെക്സ്റ്റ്, ഡി. Furniture purchased from Bindu rupees 10,000 has been entered in purchased day book. Principal error ആണ്. എന്ത് ചെയ്യണം? ജേണൽ എൻട്രി പാസ് ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. അത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തത് അത് റോങ്ലി അവർ പർച്ചേസ് ബുക്കിൽ എഴുതി. ഫർണിച്ചർ പർച്ചേസ് ചെയ്താൽ ഫർണിച്ചർ അക്കൗണ്ട് എന്നായിരുന്നു ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം അവർ ഗുഡ്സ് പർച്ചേസ് ചെയ്ത രൂപത്തിലാണ് അത് എഴുതിയത്. അപ്പോൾ പർച്ചേസിൽ നിന്ന് അത്ര എമൗണ്ട് കുറയണം, ഫർണിച്ചറിൽ കൂടണം. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു furniture account debtor to purchase. Next one, E. Discount received from Tarun 150 has not been entered in the discount column of the cash book. Complete ഇതിലൊരു കംപ്ലീറ്റ് ഒമിഷൻ ആണത്. അതായത് ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മുടെ മെയിൻ ബുക്കായിട്ടുള്ള ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഒറിജിനൽ ബുക്കാണ്. ഒറിജിനൽ ബുക്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ സംഭവം ആ ഡിസ്കൗണ്ട് റിസീവ്ഡ് കോളത്തിൽ എഴുതിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? തരുണിന്റെ അക്കൗണ്ടിനെയും അത് ബാധിക്കും. തരുണിന്റെ കയ്യിൽ നിന്നാണ് നമുക്ക് ആ ഡിസ്കൗണ്ട് കിട്ടിയത്. അപ്പോൾ തരുണിനെ ഡെബിറ്റ് ചെയ്യണം, ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ഒമിഷൻ ആണ്. Discount received from Tarun 150 has not been entered in the discount column of the cash book. It is completely omitted in the original book. Original bookil ആ ഡിസ്കൗണ്ട് കോളത്തിൽ ആ എമൗണ്ട് എഴുതാതിരിക്കുമ്പോൾ തരുണിന്റെ അക്കൗണ്ടിനെ എഫക്റ്റ് ആവും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തരുൺ അക്കൗണ്ടിലും ഡെബിറ്റ് ചെയ്യണം. തരുൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് വേണം എൻട്രി ഇടാൻ. കംപ്ലീറ്റ് ഒമിഷൻ ആണ്. തരുൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് 100. നമ്മളിപ്പോൾ ചെയ്തത് ഈ നിങ്ങൾക്ക് ബിയുമായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ബിയിൽ പറയുന്നത് ഹരിയുടെ അക്കൗണ്ട് കറക്റ്റായിട്ട് ചെയ്തു എന്നാണ് ബിയിൽ പറയുന്നത്.
പക്ഷെ ഈ പറയുന്നത് അത് കംപ്ലീറ്റ് ഒമിഷൻ ആണ്. ഡിസ്കൗണ്ട് കോളത്തിൽ അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ തരുണിന്റെ കോളത്തിലും അത് വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ഒമിഷൻ ആയിരുന്നു. ഓക്കെ, ഇനി എഫ്, goods purchased from Amin rupees 2500 have been posted to the debit. അമീൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അമീനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അതിന് പകരം അമീനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അത് ഡബിൾ എഫക്റ്റ് കൊടുക്കും. Amin account, credit side. ഇൻ അമീൻ അക്കൗണ്ട് Credit side. Double post. ബൈ റോങ് പോസ്റ്റിംഗ്. ഡബിൾ പോസ്റ്റിംഗ് അല്ല, അത് ബൈ റോങ് പോസ്റ്റിംഗ് ആയിരുന്നു. ഒരു പോസ്റ്റിംഗേ ചെയ്തിട്ടുള്ളൂ. റോങ് പോസ്റ്റ്, ബൈ റോങ് പോസ്റ്റിംഗ്. നമുക്ക് 2500 ആയിരുന്നു. അപ്പോൾ 2500 ഇൻറ്റു 2 ആണ്. റോങ് സൈഡിലെ പോസ്റ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് 5000ന്റെ എഫക്റ്റ് ഉണ്ടാവും. ബൈ റോങ് പോസ്റ്റിംഗ് 5000. സെയിം ക്വസ്റ്റ്യൻ തന്നെ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം? നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കേണ്ട കാര്യമില്ല. സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താൽ മതി. ഡെബിറ്റ് എന്ത് ചെയ്യും? Suspense account debtor to sales 1000. Suspense account debtor to sales 1000. Okay. Yes, sir. അടുത്ത കേസ്, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ 180 to സസ്പെൻസ്. തേർഡ് കേസ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോർജ് തന്നെ. ഫോർത്ത് കേസ് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ്. ഫിഫ്ത്ത് കേസ് ടാരൂൺ അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് റിസീവ്ഡ്. ആൻഡ് എഫ്, സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അമീൻ അക്കൗണ്ട്. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ദ ഫോളോയിങ് എറേഴ്സ് വിത്തൗട്ട് ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട് ആൻഡ് വിത്ത് ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട്. Sales books has been total rupees 2100 short. Goods worth rupees 1800 returned by Gaurav and company have not been recorded anywhere. Goods purchased rupees 2250 have been posted to the debit of supplier Sen Brothers. Furniture purchased from Mary Associates 15,000 has been entered in the purchase day book. Discount received from Black and White rupees 1200 has not been entered in the book. Discount allowed to Radmohan and company rupees 180 has not been entered in the discount column of the cash book. The account of Radmohan and company has however been correctly posted. ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്ന് ഓർഡർ മാറി. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും? ഒരു പുതിയ കാര്യവുമില്ല, എല്ലാം നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. വിത്തൗട്ട് ഓപ്പണിംഗ് സസ്പെൻസ് അക്കൗണ്ട്. Sales book has been total rupees. Credit side by undercasting rupees 2100. In sales account, not in book. In sales account. In sales account, which side? Credit side by undercasting. 2100. Goods worth rupees 1800 returned by Gaurav and company have not complete omission ആണ്. അപ്പോൾ sales return account debtor to Gaurav 1800 complete omission ആയിരുന്നു. നമ്മളിപ്പോൾ journal entry ഇട്ടു. Third one, goods purchased rupees 2250 have been posted to the debit of supplier Sen Brothers. Supplier Sen Brothers നെ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം in supplier Sen Brothers account, credit side by wrong posting 4500. Credit side by wrong posting 2250 into 2 double. Next, furniture purchased from Mary Associate rupees 15,000 has been entered. Furniture account debtor to purchase. ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തത് ഫർണിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. നെക്സ്റ്റ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് rupees 1200 has not been entered in the books. കംപ്ലീറ്റ് ഒമിഷൻ ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കംപ്ലീറ്റ് ഒമിഷൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എൻട്രി ഇടണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു
ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് കോളത്തിൽ നമ്മളത് കംപ്ലീറ്റ്ലി വോമിറ്റ് ചെയ്തു. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെയും എഫക്ട് ചെയ്യുന്നതാണ്. ഒറിജിനൽ ബുക്കിൽ അതിന് എൻട്രി ഇട്ടിട്ടില്ല. then 6 ഡിസ്കൗണ്ട് allowed to മോഹൻ and company rupees 180 has not been entered in the discount column of the cash book. The account of Radmohan and company has Discount allowed account debit side to omission in posting rupees 180. very good. In discount allowed account debit side to omission in posting amount 180. Same question തന്നെ with opening suspense account. പറയൂ ഫസ്റ്റിന്റെ എന്തായിരിക്കും? Suspense account debited to sales account. സെക്കൻഡ് സെയിം തന്നെയാണ്. സെയിൽസ് ടേൺ അക്കൗണ്ട് ഡെറ്റഡ് ടു Account debted to Sen Brothers account. വെരി ഗുഡ് വെരി ഗുഡ്. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെൻ. ഫോർത്ത് സെയിം എൻട്രി. ഫിഫ്ത്ത് Account allowed account debited to suspense account. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്